ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നിങ്ങൾക്ക് ഈ ചാനലിലെ വീഡിയോകൾ ഇഷ്ടമുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം. അതോടൊപ്പം വീഡിയോയ്ക്ക് താഴെ നിങ്ങളുടെ കമന്റുകളും പോസ്റ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് നേരെ ഇന്ന് ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കാം. ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ ചോദ്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിരിക്കണം. ആദ്യത്തെ ചോദ്യം ഇതാണ്: കേരള സർക്കാരിന്റെ ഏത് ടെലിമെഡിസിൻ പദ്ധതിയാണ് രാജ്യത്ത് ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് തിരിയുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്തിരുന്നു. ഒരു കേരള സർക്കാരിന്റെ ഒരു പദ്ധതി ഉണ്ടായിരുന്നു, ടെലിമെഡിസിൻ പദ്ധതി. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാമെന്നുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ആ പദ്ധതിയുടെ പേരാണ് ഇ സഞ്ജീവനി. അപ്പോൾ ഇ സഞ്ജീവനിയാണ് ഇപ്പോൾ രാജ്യത്ത് ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാമെന്നുള്ള ഈ പദ്ധതി ഇപ്പോൾ രാജ്യത്ത് ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്നത്. മുൻപ് ഇത് ആന്ധ്രാപ്രദേശിലെ ഒരു പദ്ധതിയായിരുന്നു, ടെലിമെഡിസിൻ പദ്ധതിയായിരുന്നു ഒന്നാം സ്ഥാനത്ത്. ഇപ്പോൾ അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ കേരളത്തിന്റെ ഈ സഞ്ജീവനി എന്നുള്ള പദ്ധതി ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുകയാണ്. എന്താണ്? കേരള സർക്കാരിന്റെ ഏത് ടെലിമെഡിസിൻ പദ്ധതിയാണ്? ഇ സഞ്ജീവനി. വീട്ടിലിരുന്ന് ഡോക്ടറെ കാണാം. നമുക്ക് വീട്ടിലിരുന്നു കൊണ്ട് ഡോക്ടറോട് ഓൺലൈൻ വഴി അസുഖത്തെ കുറിച്ച് പറയുവാനും അതിന്റെ തിരിച്ച് പ്രിസ്ക്രിപ്ഷൻ എല്ലാം ഓൺലൈൻ വഴിയാണ് ഡോക്ടർമാർ തന്നിരുന്ന ഒരു സേവനമാണ് ഇ സഞ്ജീവനി എന്ന് പറയുന്നത്. ഇനി അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂലൈയിൽ കേരളത്തിലെ IT വകുപ്പ് സെക്രട്ടറിയായിട്ട് നിയമിതനായത് ആര്? അപ്പോൾ നിങ്ങൾക്കറിയാം, ഇപ്പോൾ ഒരു വിവാദം നടന്നുകൊണ്ടിരിക്കുന്നു. M ശിവശങ്കർ മാറ്റിയിട്ടുണ്ട് ആ വകുപ്പിൽ നിന്ന്. പകരം ആരെയാണ് ആ ചുമതലയിലേക്ക് കൊണ്ടുവന്നത്? K മുഹമ്മദ് Y സഫറുള്ള. അപ്പോൾ പുതിയ IT വകുപ്പ് സെക്രട്ടറി ആയിട്ട് ആരാണ് വന്നിരിക്കുന്നത്? K മുഹമ്മദ് Y സഫറുള്ള. വളരെ വീണ്ടും അത് വിവാദങ്ങൾക്ക് വഴി ഒരു യുവത്വത്തിന് ഈ ചുമതല കൊടുത്തു എന്നുള്ള ഒരു ചർച്ച വീണ്ടും ഇതിന് പിന്നാലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സീനിയോറിറ്റിയെ മറികടന്നുകൊണ്ടാണ് K മുഹമ്മദ് Y സഫറുള്ളക്ക് ഈ സ്ഥാനം കൊടുത്തു എന്നുള്ള ഒരു ചർച്ച ഇപ്പോൾ നടന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചോദ്യം ഇതായിരുന്നു: 2020 ജൂലൈയിൽ കേരളത്തിലെ IT വകുപ്പ് സെക്രട്ടറിയായി നിയമിതനായത് K മുഹമ്മദ് Y സഫറുള്ളയാണ്. ഇനി അടുത്ത ചോദ്യം: COVID-19 സ്ഥിരീകരിച്ച ബ്രസീൽ പ്രസിഡന്റ് ആരാണ്? അപ്പോൾ ബ്രസീലിലെ ഒരു പ്രസിഡന്റ്, ഇപ്പോഴത്തെ പ്രസിഡന്റിന് COVID-19 സ്ഥിരീകരിച്ചിട്ടുണ്ട്. ആരാണ് അപ്പോൾ ബ്രസീലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത്? ജൈൽ ബോൾസൊനാരോയാണ് ബ്രസീലിന്റെ പ്രസിഡന്റ്. COVID-19 സ്ഥിരീകരിച്ച ബ്രസീലിന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് ജൈൽ ബോൾസൊനാരോയാണ്. അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂലൈ 8 അന്തരിച്ച ഐവറി കോസ്റ്റ് പ്രധാനമന്ത്രി ആരാണ്? അപ്പോൾ ഐവറി കോസ്റ്റ് എന്ന് പറയുന്ന രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ഈ ജൂലൈ 8 അന്തരിക്കുകയുണ്ടായി. ആരാണ് അദ്ദേഹം? 2020 ജൂലൈ 8 അന്തരിച്ച ഐവറി കോസ്റ്റിന്റെ പ്രധാനമന്ത്രിയുടെ പേരാണ് അമോദു ഗോൺ കാലിബാലി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അമോദു ഗോൺ കാലിബാലി. 61 വയസ്സുള്ള അദ്ദേഹമാണ് ഈ കഴിഞ്ഞ ദിവസം 2020 ജൂലൈ 8 അന്തരിച്ചത്. എവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു? ഐവറി കോസ്റ്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു അമോദു. അപ്പോൾ അമോദു എവിടുത്തെയാണ്? ഐവറി കോസ്റ്റിന്റെ പ്രധാനമന്ത്രിയായിരുന്നു. ക്യാപിറ്റൽ എന്ന് പറയുന്നത് എമ്മോസോക്രോയാണ്. അതുപോലെ അവരുടെ പ്രസിഡന്റ് എന്ന് പറയുന്നത് അൽസാനെ ഒട്ടാരോയാണ്. അതുപോലെ വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് കറൻസി എന്ന് പറയുന്നത്. അപ്പോൾ പ്രസിഡന്റ് എന്ന് പറയുന്നത് അൽസാനെ ഒട്ടാരോയാണ്, വെസ്റ്റ് ആഫ്രിക്കൻ ഫ്രാങ്ക് ആണ് അവരുടെ കറൻസി എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂണിൽ വിരമിച്ച 1-ാം നമ്പർ ലോക വനിതാ സ്ക്വാഷ് താരം. അപ്പോൾ ലോക വനിതാ താരം 1-ാം നമ്പർ സ്ക്വാഷ് താരമാണ് 2020 ജൂണിൽ വിരമിച്ചത്. റെനീം എൽ വെലീലിയാണ് ഇപ്പോൾ വിരമിച്ചത്. ഈജിപ്ഷ്യൻ താരമാണ്. ഈ താരമാണ് റെനീം എൽ വെലീലിയാണ് 1-ാം നമ്പർ ലോക സ്ക്വാഷ് താരം. ഈ താരം ഇപ്പോൾ വിരമിക്കുകയുണ്ടായി, ഈ മത്സരത്തിൽ നിന്നും വിരമിക്കുകയുണ്ടായി. ഏകദേശം 18 വർഷത്തെ എക്സ്പീരിയൻസ്, സർവീസ് കരിയറാണ് ഉണ്ടായിരുന്നത്. 18 വർഷത്തെ കരിയറാണ് ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ വനിതാ താരം ആരാണ്? ഈജിപ്ഷ്യനായ റെനീം എൽ വെലീലിയാണ്. ഇതിനുശേഷം തൊട്ടടുത്തുണ്ടായിരുന്ന നൗറാൻ ഗോഹർ ആണ്. നൗറാൻ ഗോഹർ റാങ്കിങ്ങിൽ 1-ാം സ്ഥാനത്തേക്ക് വന്നു. നൗറാൻ ഗോഹർ ആണ് അടുത്ത, അതും ഈജിപ്ഷ്യൻ താരമാണ്. അപ്പോൾ രണ്ടുപേരും ഈജിപ്ഷ്യൻ താരമാണ്. അപ്പോൾ ചോദ്യം ഇതായിരുന്നു: 2020 ജൂണിൽ വിരമിച്ച ലോക 1-ാം നമ്പർ സ്ക്വാഷ് താരം ആരാണ് എന്നുള്ളതാണ് ചോദ്യം. റെനീം എൽ വെലീലി. അടുത്ത ചോദ്യം ഇതാണ്: 2020 ജൂലൈയിൽ നാഷണൽ പാർക്ക് പദവി ലഭിച്ച ആസാമിലെ വന്യജീവി സങ്കേതം. അപ്പോൾ ആസാമിലെ ഏത് വന്യജീവി സങ്കേതത്തിനാണ് ഈ 2020 ജൂലൈയിൽ നാഷണൽ പാർക്ക് പദവി ലഭിച്ചിരിക്കുന്നത്? ദേശീയ പാർക്ക് എന്നുള്ള പദവി ലഭിച്ചിരിക്കുന്നത് ഏതിനാണ്? ദഹിങ് പട്കായ്ക്കാണ് നാഷണൽ പാർക്ക് എന്നുള്ള പദവി ലഭിച്ചിരിക്കുന്നത്. എവിടെയാണ് ദഹിങ് പട്കായ്? ആസാമിലാണ്. ആസാമിലെ വന്യജീവി സങ്കേതമാണ് ദഹിങ് പട്കായ്. അടുത്ത ചോദ്യം: നമുക്കറിയാം, ലോക ആരോഗ്യ സംഘടനയിൽ നിന്നും
ഒരു രാജ്യം പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് അല്ലെ. ഒരു വർഷത്തേക്കുള്ള നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. അടുത്ത വർഷം 2021 ജൂലൈയിൽ 6-ന് ഇത് പിന്മാറുന്നതിന്റെ അത് പൂർണ്ണമാവുകയാണ് ചെയ്തത്. അപ്പോൾ അങ്ങനെ പിന്മാറുന്നു എന്ന് പ്രഖ്യാപിച്ച ഏത് രാജ്യമാണ്? അമേരിക്കയാണ്. ഈ COVID-19 ബന്ധപ്പെട്ടുകൊണ്ട് ചൈനയുമായിട്ടുള്ള പ്രശ്നങ്ങൾ വഷളായതിനെ തുടർന്ന് അമേരിക്ക ട്രംപ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? WHO അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്നും ലോകാരോഗ്യ സംഘടനയിൽ നിന്നും പിന്മാറുന്നു, എല്ലാ ഫണ്ടും നിർത്തലാക്കാൻ പോകുന്നു എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അടുത്ത ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭത്തെ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ഗോൾഡൻ ബേഡ് വിങ് ആണ്. ഗോൾഡൻ ബേഡ് വിങ് ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം. ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഈ ഗോൾഡൻ ബേഡ് വിങ്ങിനെ കണ്ടുപിടിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് ഇത് സദേൺ ബേഡ് വിങ് ആയിരുന്നു. മേഘാലയയിൽ നിന്ന് കണ്ടുപിടിച്ച സദേൺ ബേഡ് വിങ് ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ചിത്രശലഭം എന്ന് പറയുന്നത്. ഇപ്പോൾ അത് ഗോൾഡൻ ബേഡ് വിങ് ഉത്തരാഖണ്ഡിൽ നിന്നാണ് ഇത് കണ്ടുപിടിച്ചിരിക്കുന്നത്. അടുത്ത ചോദ്യം, 2020 ഇൻഫോം റിസ്ക് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രാമതാണ്? 31-ാം സ്ഥാനമാണ്. ഇൻഫോം റിസ്ക് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ ഹ്യൂമാനിറ്റേറിയൻ ക്രൈസിസ് എന്നാണ്, മാനുഷിക പ്രതിസന്ധിയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ മാനുഷിക പ്രതിസന്ധിയുടെ ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 31-ാമതാണ്. 1-ാം സ്ഥാനം സോമാലിയ. അപ്പോൾ ഇന്നത്തെ 10 ചോദ്യങ്ങൾ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, വ്യൂവേഴ്സ് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. അപ്പോൾ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാണ്, വ്യൂവേഴ്സ് സമ്മാൻ യോജന ആരംഭിച്ച സംസ്ഥാനം ഏത് എന്നുള്ളതാണ് ഇന്നത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ഉത്തരം ഈ വീഡിയോയുടെ തൊട്ട് താഴെ നിങ്ങൾക്ക് കമന്റുകളായിട്ട് പോസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആദ്യം പോസ്റ്റ് ചെയ്യുന്ന വിജയിക്ക് ദിവസേന 1 GB എന്നുള്ള സമ്മാനം ലഭിക്കും. കഴിഞ്ഞ ക്ലാസ്സിലെ ചോദ്യം ഇതായിരുന്നു, COVID-19 ബന്ധപ്പെട്ട് ചേസ് ദ വൈറസ് എന്ന ക്യാമ്പയിൻ ആരംഭിച്ച സംസ്ഥാനം. ഉത്തരം മഹാരാഷ്ട്രയാണ്. ശരിയുത്തരം പോസ്റ്റ് ചെയ്ത എല്ലാവർക്കും കൺഗ്രാറ്റുലേഷൻ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ കമന്റുകൾ ഇതിൽ രേഖപ്പെടുത്തുക. നിങ്ങളുടെ കൂട്ടുകാർക്കും ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.